ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ മാത്തമാറ്റിക്സ് അഥവാ ഗണിതത്തിലെ 2025-2026 SSLC എക്സാം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ആൻസർ ചെയ്യാനായിട്ട് പോകുന്നത്. ഇതിൽ 4 സെക്ഷൻസ് ആണ് വരുന്നത്. സെക്ഷൻ എ, സെക്ഷൻ ബി, സെക്ഷൻ സി ആൻഡ് സെക്ഷൻ ഡി. സെക്ഷൻ എയിൽ 8 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഓരോ ക്വസ്റ്റ്യൻസിനും ഓരോ മാർക്ക് വീതമാണ്. അതിലെ ആദ്യത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ നമ്പേഴ്സ് ബിലോ ഇസ് എ ടേം ഓഫ് ദ അരിത്മെറ്റിക് സീക്വൻസ് 2, 5, 8 എക്സെട്ര. അതായത് 2, 5, 8 എക്സെട്ര എന്ന സമാന്തര ശ്രേണിയിലെ പദമായത് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് സംഖ്യയാണ്? ഇവിടെ നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്: 22, 32, 42, 52. ആദ്യം തന്നെ നമുക്ക് തന്നിട്ടുള്ള അരിത്മെറ്റിക് സീക്വൻസ് എടുത്തെഴുതാം. 2, 5, 8 എക്സെട്ര. ഏതൊരു അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണി തന്നാലും ആദ്യം തന്നെ അതിന്റെ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം കണ്ടെത്തി വെക്കുക. ഇവിടെ 2ഉം 5ഉം തമ്മിലുള്ള വ്യത്യാസം എന്താണ്? 5ൽ നിന്ന് 2 പോയാൽ 3 ആണ്. 8ഉം 5ഉം തമ്മിലുള്ള വ്യത്യാസം എന്താണ്? 8ൽ നിന്ന് 5 പോയാൽ 3 ആണ്. അതായത് ഈ അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയുടെ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം എത്രയാണ്? 3 ആണ്. ഇനി ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് 4 സംഖ്യകൾ നമുക്ക് തന്നിട്ടുണ്ട്: 22, 32, 42, 52. ഇതിൽ ഏത് സംഖ്യയാണ് ഈ അരിത്മെറ്റിക് സീക്വൻസിലെ ഒരു ടേം അഥവാ പദം എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണി എന്ന പാഠഭാഗത്തിൽ പഠിക്കുന്ന ഒരു തിയറം ഉണ്ട്. എന്താണ്? ഈ അരിത്മെറ്റിക് സീക്വൻസിലെ ടേംസ് അഥവാ പദങ്ങളും കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസവും തമ്മിലുള്ള ഒരു റിലേഷൻ. എന്താണ് റിലേഷൻ? അതായത് ഈ ടേംസിലെ ഏതൊരു ടേമിനെയും കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസമായ 3 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ശിഷ്ടങ്ങൾ അഥവാ റിമൈൻഡറുകൾ സെയിം ആയിരിക്കും. ഒന്ന് നോക്കിയാലോ, 2ൽ 3 ഉണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ ഇവിടെ ഒരു ഡെസിമൽ പോയിന്റ് ഇട്ടതിന് ശേഷം ഇവിടെ ഒരു 0 ഇട്ട് കൊടുക്കുന്നു. 20ൽ എത്ര 3 ഉണ്ട്? 6. 6 × 3 എത്രയാണ്? 18. 20ൽ നിന്ന് 18 പോയാൽ 2. റിമൈൻഡർ അഥവാ ശിഷ്ടം എത്രയാണ് കിട്ടിയത്? 2 ആണ്. 5ൽ എത്ര 3 ഉണ്ട്? 1. 1 × 3 3. 5ൽ നിന്ന് 3 പോയാൽ 2. റിമൈൻഡർ അഥവാ ശിഷ്ടം എത്രയാണ്? 2. 8ൽ എത്ര 3 ഉണ്ട്? 2. 2 × 3 6. 8ൽ നിന്ന് 6 പോയാൽ എത്രയാണ്? 2. ഇവിടെ നോക്കിയാൽ മനസ്സിലാവും, 2നെ 3 കൊണ്ടും 5നെ 3 കൊണ്ടും 8നെ 3 കൊണ്ടും ഹരിച്ചപ്പോൾ നമുക്ക് കിട്ടിയ റിമൈൻഡറുകൾ എന്താണ്? തുല്യമാണ്. അഥവാ എത്രയാണ്? 2 ആണ്. ഇനി ഈ അരിത്മെറ്റിക് സീക്വൻസിലെ ഏതൊരു ടേമിനെയും 3 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് റിമൈൻഡർ അഥവാ ശിഷ്ടം എത്രയാണ് കിട്ടുക? 2 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിലെ ഏത് ടേം ആണ് അഥവാ ഏത് നമ്പർ ആണ് ഈ അരിത്മെറ്റിക് സീക്വൻസിലെ ടേം എന്ന് കണ്ടുപിടിച്ചൂടെ? എങ്ങനെയാണ് കണ്ടുപിടിക്കുക? 22നെ 3 കൊണ്ട് ഹരിക്കുക. റിമൈൻഡർ 2 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? 22 ഈ അരിത്മെറ്റിക് സീക്വൻസിലെ ടേം ആണെന്ന് പറയാം. 32നെ 3 കൊണ്ട് ഹരിക്കുക. റിമൈൻഡർ 2 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? അത് ഈ അരിത്മെറ്റിക് സീക്വൻസിലെ ടേം ആണ്. അങ്ങനെയാണ് നമ്മളത് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് 22നെ ഹരിക്കാം. 22 ഹരിക്കണം 3. 22ൽ എത്ര 3 ഉണ്ട്? 7. 7 × 3 21 ആണ്. 22ൽ നിന്നും 21 പോയാൽ 1. റിമൈൻഡർ എന്താണ്? 1 ആണ്. അപ്പോൾ ഓപ്ഷൻ എ എന്താണ്? തെറ്റാണ്. ഇനി രണ്ടാമത്തത് 32നെ നമുക്ക് 3 കൊണ്ട് ഹരിക്കണം. 3ൽ എത്ര 3 ഉണ്ട്? 1. 1 × 3 3. 3ൽ നിന്ന് 3 പോയാൽ 0 ആണ്. 2 ഇറക്കി എഴുതി. അപ്പോൾ എത്രയാണ് റിമൈൻഡർ കിട്ടിയത്? 2 ആണ്. 32നെ 3 കൊണ്ട് ഹരിച്ചപ്പോൾ നമുക്ക് കിട്ടിയ റിമൈൻഡർ അഥവാ ശിഷ്ടം 2 ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? 32 ഈസ് എ ടേം ഓഫ് ദിസ് സീക്വൻസ്. കാരണം എന്താണ്? 32നെ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസമായ 3 കൊണ്ട് ഹരിച്ചപ്പോൾ നമുക്ക് കിട്ടിയ റിമൈൻഡർ എത്രയാണ്? 2 ആണ്. അതാണ് അതിന്റെ കാരണം. രണ്ടാമത്തെ ചോദ്യം, ദ സ്കോർസ് ഓഫ് 8 സ്റ്റുഡൻസ് ഇൻ ആൻ എക്സാം ആർ ഗിവൺ ബിലോ. വാട്ട് ഈസ് ദ മീഡിയൻ സ്കോർ? അതായത് ഒരു പരീക്ഷയിൽ 8 കുട്ടികൾക്ക് കിട്ടിയ സ്കോറുകൾ താഴെ കൊടുത്തിരിക്കുന്നു. മധ്യമ സ്കോർ എത്രയാണ്? മീഡിയൻ സ്കോർ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിട്ടുള്ളത്. മീഡിയൻ സ്കോർ കണ്ടുപിടിക്കുമ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുള്ള ഡാറ്റ വാല്യൂസ് അസെൻഡിങ് ഓർഡറിൽ എഴുതുക. എന്താണ് അസെൻഡിങ് ഓർഡറിൽ എഴുതുക എന്ന് പറഞ്ഞാൽ? ചെറുതിൽ നിന്നും വലുതിലേക്ക് എഴുതുക. ഇവിടെ 30, 36, 41, 44, 28, 33, 44, 40 ഇതാണ് നമ്മുടെ ഒബ്സർവേഷൻസ് അഥവാ വാല്യൂസുകൾ. ഇതിനെ നമുക്ക് ആദ്യം ചെറുത്, ഏറ്റവും ചെറുത് ഏതാണ്? അതിൽ 28. അത് കഴിഞ്ഞാൽ 30. അത് കഴിഞ്ഞാലോ 33, 36, 40, 41, 44, 44. ഇപ്പോൾ ചെറുതിൽ നിന്ന് വലുതിലേക്ക് അതിൽ 28, 30, 33, 36, 40, 41, 44, 44. ആദ്യത്തെ സ്റ്റെപ്പ് ഇതാണ്. ഓക്കെ, ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതുക. ഇനി മീഡിയൻ സ്കോർ എന്ന് പറയുന്നത് എന്താണ്? ഇങ്ങനെ എഴുതിയ ഡാറ്റയിൽ ഏറ്റവും മിഡിൽ അഥവാ ഏറ്റവും നടുവിലായിട്ടുള്ള ഒബ്സർവേഷൻ അഥവാ വാല്യൂവിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? മീഡിയൻ സ്കോർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ചിലപ്പോൾ ഒരു വാല്യൂ ആയിരിക്കും. അപ്പൊ നമ്മൾ നേരിട്ട് അത് എടുത്തെഴുതുക. ഇതാണ് മീഡിയൻ സ്കോർ അഥവാ മധ്യമ സ്കോർ എന്ന് പറഞ്ഞാൽ നേരിട്ട് എടുത്തെഴുതാം. ഇനി 2 എണ്ണം ഉണ്ടെങ്കിലോ? ഇവിടെ ആദ്യത്തെ ഏറ്റവും അറ്റത്ത് 28, 44 ആണ്. അതിന്റെ അറ്റത്തായിട്ട് 30, 44. അത് കഴിഞ്ഞാൽ 33, 41. ഇപ്പോൾ കറക്റ്റ് മിഡിലിൽ വരുന്നത് 2 വാല്യൂസ് ആണ്. ഏതൊക്കെയാണ്? 36, 40. ഇങ്ങനെ വന്നാൽ എന്താ ചെയ്യുക? മീഡിയൻ സ്കോർ അതിന്റെ ആവറേജ് എടുക്കണം. മീഡിയൻ സ്കോർ ഈക്വൽ ടു, അതായത് ആവറേജ് എടുക്കുക എന്ന് പറഞ്ഞാൽ അത് രണ്ടും കൂട്ടി അതിന്റെ പകുതി എടുക്കുക.
ഓക്കെ, 36 40 കൂട്ടി അതിനെ 2 കൊണ്ട് ഹരിക്കുക. 36 + 40 എത്രയാണ്? 76. 76ന്റെ പകുതി എന്ന് പറയുന്നത് 38 ആണ്. ഇപ്പോൾ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. ഇവിടെ ഓപ്ഷൻ ബി ആയിരുന്നു, ഇവിടെ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. മൂന്നാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ പോയിന്റ്സ് ബിലോ ഈസ് ഓൺ ദ ലൈൻ ത്രൂ 2, 5 പാരലൽ ടു ദ എക്സ് ആക്സിസ്? അതായത് 2, 5 എന്ന ബിന്ദുവിലൂടെ എക്സ് അക്ഷത്തിന് സമാന്തരമായി ഒരു വര വരയ്ക്കുന്നു. ചുവടെ കൊടുത്തിരിക്കുന്ന ഏതു ബിന്ദുവിലൂടെയാണ് ഈ വര കടന്നു പോകുന്നത്? അതായത് ഒരു ലൈൻ ഉണ്ട്, അതായത് ഒരു സ്ട്രെയിറ്റ് ലൈൻ. ഓക്കെ, ഈ സ്ട്രെയിറ്റ് ലൈനിൽ ഒരു പോയിന്റ് ആണ് 2, 5 എന്നത്. ഇനി ഈ ലൈനിലെ മറ്റൊരു പോയിന്റിന്റെ കോർഡിനേറ്റ് അഥവാ സൂചക സംഖ്യകളാണ് ഈ ഓപ്ഷൻ 4 ഓപ്ഷൻസ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അത് ഏതാണ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഈ ലൈനിന് നമുക്ക് മറ്റൊരു ക്ലൂ തന്നിട്ടുണ്ട്. എന്താണ്? ഈ ലൈന് എക്സ് ആക്സിസിന് പാരലൽ ആണ്. അതായത് നമുക്കൊരു എക്സും വൈയും ആക്സിസുകൾ വരയ്ക്കാം. വൈ ആക്സിസ്, ഇത് എക്സ് ആക്സിസ്, എക്സ്, അതുപോലെ ഇത് വൈ ആക്സിസ്. ഇനി നമുക്ക് നമ്പർ ഇട്ട് കൊടുക്കാം. 1, 2, 3, 4. അതുപോലെ വൈ ആക്സിസിൽ 1, 2, 3, 4, 5. ഓക്കെ, ഇത് ജസ്റ്റ് മനസ്സിലാവാൻ വേണ്ടിയിട്ട് വരയ്ക്കുകയാണ്. ഇനി നമ്മുടെ പോയിന്റ് ഏതാ? 2, 5. അതായത് എക്സ് ആക്സിസിൽ 2, വൈ ആക്സിസിൽ 5. ഈ പോയിന്റിലൂടെ എക്സ് ആക്സിസിന് പാരലൽ ആയിട്ട് അഥവാ സമാന്തരമായിട്ട് നമ്മൾ ഒരു ലൈൻ വരയ്ക്കുക. ഓക്കെ, ഇതാണ് നമ്മുടെ ലൈന്. ഈ പോയിന്റ് 2, 5. ഈ ലൈനിലെ ഏതോ ഒരു കോർഡിനേറ്റ് ആണ് എ, ബി, സി, ഡി എന്ന ഓപ്ഷൻസിൽ തന്നിട്ട്. അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സപ്പോസ് ഈ ഒരു പോയിന്റിന്റെ കോർഡിനേറ്റ്സ് എന്താ വരിക? സൂചക സംഖ്യകൾ. ഇത് എക്സ് ആക്സിസിൽ 1ന് സമാനമാണ്, വൈ ആക്സിസിൽ 5ന് സമാനമാണ്. അപ്പോൾ 1, 5. ഇനി ഈ ഒരു പോയിന്റ് എടുക്കണം. ഇപ്പോഴോ എക്സ് ആക്സിസിൽ 4ലാണ്, വൈ ആക്സിസിൽ 5ലാണ്. അപ്പൊ ഈ ലൈനിലെ 3 പോയിന്റ്സുകൾ നമ്മൾ എഴുതിയിട്ടുണ്ട്. ഈ 3 പോയിന്റ്സുകളുടെയും സൂചക സംഖ്യകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്താണത്? ഈ 3 വൈ കോർഡിനേറ്റ് അഥവാ വൈ സൂചക സംഖ്യ എന്താണ്? ഒരേപോലെയാണ്, അതായത് 5 ആണ്. ഇത് തന്നെയാണ് അതിന്റെ പ്രത്യേകത. ഈ പ്രത്യേകത ഉപയോഗിച്ചാണ് നമ്മൾ ഇതിന്റെ ആൻസർ ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മൾക്ക് മനസ്സിലായി, ഈ ലൈനിലെ ഏതൊരു പോയിന്റ് ആണെങ്കിലും ആ പോയിന്റിന്റെ കോർഡിനേറ്റ്സിൽ വൈ കോർഡിനേറ്റ് അഥവാ വൈ സൂചക സംഖ്യ എത്രയായിരിക്കും? 5 ആയിരിക്കും. ഇനി നമുക്ക് എക്സ് മാത്രം കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ വൈ സൂചക സംഖ്യ 5 ആയിട്ടുള്ള ഒരേ ഒരു ഓപ്ഷൻ ഉള്ളൂ ഇവിടെ തന്നിട്ടുള്ളത്. ഏതാണ്? ഓപ്ഷൻ എ ആണ്. അതുകൊണ്ട് ഉത്തരം എന്താണ്? ഓപ്ഷൻ എ 0, 5 ആണ്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, എക്സ് ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ഒരു ലൈൻ ആണെങ്കിൽ അതിലെ വൈ കോർഡിനേറ്റുകൾ അഥവാ വൈ സൂചക സംഖ്യകൾ ഒക്കെ എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഇനി വൈ ആക്സിസ് അഥവാ വൈ അക്ഷത്തിന് സമാന്തരമായിട്ട് അഥവാ പാരലൽ ആയിട്ട് ഒരു ലൈൻ ആണെങ്കിൽ അതിലെ എക്സ് കോർഡിനേറ്റ് അഥവാ എക്സ് സൂചക സംഖ്യകളെല്ലാം തുല്യമായിരിക്കും. നാലാമത്തെ ചോദ്യം, ദ സർഫേസ് ഏരിയ ഓഫ് എ സ്ഫിയർ ഈസ് 40 സ്ക്വയർ സെന്റിമീറ്റേഴ്സ്. If it is cut into 2 equal hemispheres, what would be the surface area of each in square centimeters? അതായത് ഒരു ഗോളത്തിന്റെ ഉപരിതല പരപ്പളവ് 40 ചതുരശ്ര സെന്റിമീറ്റർ ആണ്. ഈ ഗോളം മുറിച്ച് 2 തുല്യ അർദ്ധഗോളങ്ങൾ ആക്കിയാൽ ഒന്നിന്റെ ഉപരിതല പരപ്പളവ് എത്ര ചതുരശ്ര സെന്റിമീറ്റർ ആയിരിക്കും? ആദ്യം തന്നെ ഇവിടെ നമുക്ക് എന്താണ് തന്നിട്ടുള്ളത്? ദ സർഫേസ് ഏരിയ ഓഫ് എ സ്ഫിയർ. ഈക്വൽ ടു 40 സ്ക്വയർ സെന്റിമീറ്റർ. നമുക്കറിയാം, ഒരു സ്ഫിയറിന്റെ അഥവാ ഒരു ഗോളത്തിന്റെ ഉപരിതല പരപ്പളവ് എന്നത് ഇക്വേഷൻ എന്താണ്? 4πr² ആണ്. അത് എത്രയാണ്? 40 സ്ക്വയർ സെന്റിമീറ്റർ ആണ്. ഇനി നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഈ സ്ഫിയർ അഥവാ ഈ ഗോളത്തിനെ 2 അർദ്ധഗോളങ്ങളായിട്ട് അഥവാ 2 ഹെമിസ്ഫിയർ ആയിട്ട് എന്ത് ചെയ്യുന്നു? ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, ഇതാണ് ഒരു ഗോളം. ഇതിനെങ്ങനെയാണ് 2 അർദ്ധഗോളങ്ങളാക്കുന്നത്? ഇതാണ് ഒരു ഗോളം, അർദ്ധഗോളം. അതുപോലെ ഇതായിരിക്കും മറ്റൊരു അർദ്ധഗോളം. അപ്പൊ ഈ സ്ഫിയർ എന്ന് പറയുന്നത്, സ്ഫിയറിന്റെ സർഫേസ് ഏരിയ എന്ന് പറയുന്നത് ഇതിന്റെ പുറം ഭാഗം മാത്രമാണ്. ഇനി ഒരു ഹെമിസ്ഫിയറിന്റെ സർഫേസ് ഏരിയ എന്ന് പറയുന്നത് പുറം ഭാഗവും അതിന്റെ ബേസ് ഏരിയയും പെടും. അതാണ് സ്ഫിയറിന്റെയും ഹെമിസ്ഫിയറിന്റെയും സർഫേസ് ഏരിയയുടെ വ്യത്യാസം വരുന്നത്. ഇനി നമുക്കറിയാം, ടോട്ടൽ സർഫേസ് ഏരിയ ഓഫ് എ ഹെമിസ്ഫിയർ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ഒരു അർദ്ധഗോളത്തിന്റെ ടോട്ടൽ സർഫേസ് ഏരിയ കാണാനുള്ള ഇക്വേഷൻ 3πr² ആണ്. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഒരു ഹെമിസ്ഫിയറിന്റെ ടോട്ടൽ സർഫേസ് ഏരിയ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. തന്നിട്ടുള്ളത് എന്താണ്? സർഫേസ് ഏരിയ ഓഫ് എ സ്ഫിയർ ആണ് തന്നിട്ടുള്ളത്. അതായത് 4πr² 40 ആണെന്ന് തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? πr² മാത്രം കണ്ടുപിടിക്കാൻ പോകണം. അപ്പൊ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഈ 4നെ ഈ സൈഡിലേക്ക് കൊണ്ടുപോകാം. 40 ഡിവൈഡഡ് ബൈ 4. 40 ഹരിക്കണം 4 എത്ര വരും? 10. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? πr² 10 ആണെന്ന് കിട്ടി. ഈക്വൽ ടു, ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ടോട്ടൽ സർഫേസ് ഏരിയ ഓഫ് ഹെമിസ്ഫിയർ.
3 × πr² നമുക്ക് 10 ആണെന്ന് കിട്ടി. 3 × 10 എത്രയാ? 30 സ്ക്വയർ സെന്റിമീറ്റർ ആണ്. അതായത് ഉത്തരം ഏതാണ്? ഓപ്ഷൻ സി ആണ്. എന്താണ് ഇവിടെ ചെയ്തത്? സ്ഫിയറിന്റെ സർഫേസ് ഏരിയ നമുക്കറിയാം 4πr² ആണ്, അത് 40 ആണ്. അതിൽ നിന്ന് നമ്മൾ πr² എത്രയാണെന്ന് കണ്ടുപിടിക്കുന്നത്, 10 ആണ്. ഇനി നമുക്കിവിടെ ചോദ്യം ടോട്ടൽ സർഫേസ് ഏരിയ ഓഫ് എ ഹെമിസ്ഫിയർ ആണ്. ഹെമിസ്ഫിയറിന്റെ ടോട്ടൽ സർഫേസ് ഏരിയ കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം ടോട്ടൽ സർഫേസ് ഏരിയ ഓഫ് എ ഹെമിസ്ഫിയറിന്റെ ഇക്വേഷൻ 3πr² ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? 3 × πr² പകരം മുകളിലുള്ള πr² നമുക്ക് കിട്ടിയ ഉത്തരം എന്താണ്? 10 ആണ്. 3 × 10 30 സ്ക്വയർ സെന്റിമീറ്റർ എന്ന് എഴുതി. അഞ്ചാമത്തെ ചോദ്യം, the algebraic form of an arithmetic sequence is xn equal to 4n plus 1. In this sequence, how much more than the 10th term is the 15th term? അതായത് ഒരു സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം xn equal to 4n plus 1 ആണ്. ഈ ശ്രേണിയിലെ 10ാം പദത്തിനേക്കാൾ എത്ര കൂടുതലാണ് 15ാം പദം? എന്താണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്? നമുക്കിവിടെ ആൾജിബ്രായിക് ഇക്വേഷൻ തന്നിട്ടുണ്ട്. എന്നിട്ട് ചോദിക്കുകയാണ് 10th ടേമിന്റെ കൂടെ എത്ര കൂട്ടിയാലാണ് നമുക്ക് 15ാമത്തെ പദം കിട്ടുക എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അതിന് നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇവിടെ നമുക്ക് ആൾജിബ്രായിക് ഫോം തന്നിട്ടുണ്ട്. ആൾജിബ്രായിക് ഫോം അഥവാ ബീജഗണിത രൂപം തന്നു കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് ഇതിൽ നിന്ന് 10ാമത്തെ ടേമോ 15ാമത്തെ ടേമോ ഒക്കെ കണ്ടുപിടിക്കാം. അപ്പോൾ ഈ ആൾജിബ്രായിക് ഫോം ഉപയോഗിച്ചിട്ട് 10ാമത്തെ ടേമും 15ാമത്തെ ടേമും കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് 10ാമത്തെ ടേമിന്റെ കൂടെ എത്ര കൂട്ടിയാലാണ് 15ാമത്തെ ടേം കിട്ടുക എന്ന് കണ്ടുപിടിച്ചൂടെ? അപ്പൊ ആദ്യം നമുക്ക് 10ാമത്തെ ടേം കണ്ടുപിടിക്കാം. x10 equal to 4 × n സ്ഥാനത്ത് 10 ഇട്ട് കൊടുക്കുന്നു. 4 × 10 + 1. 4 × 10 എത്രയാ? 40. 40ന്റെ കൂടെ 1 കൂട്ടിയാൽ 41. ഇനി 15ാമത്തെ പദം x15 equal to 4 × 15 + 1. 4 × 15 എത്രയാണ്? 60 ആണ്. 60ലൂടെ 1 കൂട്ടിയാൽ 61. അതായത് 10ാമത്തെ പദം 41 ആണ്, 15ാമത്തെ പദം 61 ആണ്. ഇനി 10ാമത്തെ പദത്തിന്റെ കൂടെ, അതായത് 41ന്റെ കൂടെ എത്ര കൂട്ടിയാലാണ് നമുക്ക് 61 കിട്ടുക എന്ന് എങ്ങനെ മനസ്സിലാക്കുക? 61ൽ നിന്നും 41 കുറച്ചാൽ മതി. 1 - 1 0. 6ൽ നിന്ന് 4 പോയാൽ 2. അപ്പോൾ 10ാമത്തെ പദം 41ന്റെ കൂടെ 20 കൂട്ടിയപ്പോഴാണ് നമുക്ക് എന്ത് ചെയ്തത്? 15ാമത്തെ പദം കിട്ടിയത്. അപ്പോൾ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി 20 ആണ്. ആറാമത്തെ ചോദ്യം, വാട്ട് ആർ ദ x coordinates of the points where the graph of the polynomial p of x equal to x² minus 6x plus 8 cuts the x-axis? ഇവിടെ എന്താണ് പറഞ്ഞിട്ടുള്ളത്? p of x equal to x² minus 6x plus 8 എന്ന ബഹുപദത്തിന്റെ ചിത്രം x അക്ഷത്തെ മുറിച്ചു കടക്കുന്ന ബിന്ദുക്കളുടെ x സൂചക സംഖ്യകൾ ഏതൊക്കെയാണ്? അതാണ് ചോദ്യം. ആദ്യം തന്നെ നമുക്ക് ആ പോളിനോമിയൽ ഒന്ന് എഴുതാം. p of x equal to x² minus 6x plus 8. അപ്പൊ ഇതിന്റെ ഗ്രാഫിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഓക്കെ, അതായത് നമുക്കറിയാം ഒരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ അഥവാ 1ാം കൃതി ബഹുപദമാണെങ്കിൽ അതിന്റെ ഗ്രാഫ് എങ്ങനെയാണ് വരിക? സ്ട്രേറ്റ് ലൈനുകളാണ് വരുന്നത്. ഓക്കെ, ഇതെന്താണ്? സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ആണ് അഥവാ 2ാം കൃതി ബഹുപദമാണ്. ഇങ്ങനെയുള്ള ഇക്വേഷൻസുകളുടെ ഗ്രാഫുകൾ എങ്ങനെയൊക്കെയാണ് വരിക? ഇങ്ങനെയൊക്കെയുള്ള കർവുകളായിട്ടാണ് വരിക. ഓക്കെ, ഈ രീതിയിലുള്ള കർവുകളൊക്കെ ആയിട്ടാണ് എന്ത് ചെയ്യുക? ഈ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിന്റെ ഗ്രാഫുകൾ വരുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് പറഞ്ഞിട്ടുണ്ട് ഈ ഗ്രാഫ് ഓഫ് ദ പോളിനോമിയൽ കട്ട്സ് ദ എക്സ് ആക്സിസ്. എക്സ് അക്ഷത്തെ കട്ട് ചെയ്യുന്ന തരത്തിലാണ് എന്ന് പറയുന്നത്. ഇവിടെ എക്സ് ആക്സിസിനെ കട്ട് ചെയ്യുന്നത്, ഇത് നോക്കി മനസ്സിലാവും, ഇത് വൈ ആക്സിസുകളെയാണ് എന്ത് ചെയ്യുന്നത്? കട്ട് ചെയ്യുന്നത്. ഇതിലോ ഇത് എക്സ് ആക്സിസുകളെയാണ് കട്ട് ചെയ്യുന്നത്. അതുപോലെ ഇത് വൈ ആക്സിസുകളെയാണ് കട്ട് ചെയ്യുന്നത്. ഇതിൽ നോക്കിയാൽ ഇത് എക്സ് ആക്സിസിനെയാണ് കട്ട് ചെയ്യുന്നത്. അപ്പൊ ഈ ഫിഗറോ അല്ലെങ്കിൽ ഈ ഫിഗറോ ആണ് ഈ പോളിനോമിയലിന്റെ ഗ്രാഫ് എന്ന് പറയുന്നത്. അത് ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ. ഇനി നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഈ പോളിനോമിയൽ എക്സ് ആക്സിസിനെ കട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് എക്സ് ആക്സിസിനെ, അപ്പൊ നമുക്ക് ഫോർ എക്സാമ്പിൾ നമുക്ക് ഇതാണ് നമ്മുടെ ഗ്രാഫ് എന്ന് വെക്കുക. ഈ പോയിന്റ്, അതായത് എക്സ് ആക്സിസിനെ കട്ട് ചെയ്യുന്ന ഈ പോയിന്റ് എന്തായിരിക്കും? എങ്ങനെയായിരിക്കും ആ പോയിന്റ് വരുന്നത്? അതായത് എക്സ് ആയിട്ട് ഒരു എക്സ് കോർഡിനേറ്റിൽ ഒരു വാല്യൂ വരും, എക്സ് സൂചക സംഖ്യ ഉണ്ടാവും. വൈ എന്തായിരിക്കും? വൈ 0 ആയിരിക്കും, കാരണം 0ന് സമാനമായിട്ടാണ് ഈ ലൈന് പോകുന്നത്. അപ്പൊ 0. ഇനി ഈ സൈഡിലോ? ഈ സൈഡിലും എക്സിന് ഒരു വാല്യൂ ഉണ്ടാവും. വൈ കോർഡിനേറ്റ് അഥവാ വൈ സൂചക സംഖ്യ എന്തായിരിക്കും? 0 ആയിരിക്കും. അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാവാം? x² minus 6x plus 8 എന്നത് y ആണ്. p of x നെ നമുക്ക് y എന്ന് സൂചിപ്പിക്കുകയാണെങ്കിൽ y equal to x² minus 6x plus 8. ഓക്കെ, ഈ y 0 ആവുന്ന സ്ഥലങ്ങളാണ് എക്സ് ആക്സിസില് ഈ ഗ്രാഫ് കട്ട് ചെയ്യുന്ന പോയിന്റ്സുകൾ. ഓക്കെ, y എന്ന കോർഡിനേറ്റ് അഥവാ സൂചക സംഖ്യ 0 ആവുമ്പോഴാണ് x² minus 6x plus 8 എന്ന ഈ ഗ്രാഫ് എക്സ് ആക്സിസിനെ കട്ട് ചെയ്യുന്നത്. അതായത് നമുക്ക് എങ്ങനെ എഴുതാം? x² minus 6x plus 8 equal to 0 ആണെങ്കിൽ എക്സിന്റെ വാല്യൂസ് അഥവാ സൊല്യൂഷൻസ് അല്ലെങ്കിൽ പരിഹാരങ്ങൾ എന്നൊക്കെ പറയും. പരിഹാരങ്ങൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ 2 പോയിന്റ്സുകളിലെയും എക്സ് കോർഡിനേറ്റുകൾ കണ്ടുപിടിക്കാം. ഇനി ഇതിപ്പോ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ അഥവാ 2ാം കൃതി സമവാക്യമായി.
നമുക്കറിയാം സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് അഥവാ രണ്ടാം കൃതി സമവാക്യം എന്ന പാഠഭാഗത്തിൽ നമ്മൾ x² - 6x + 8 എന്ന രീതിയിലുള്ള സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് അഥവാ രണ്ടാം കൃതി സമവാക്യങ്ങൾ സോൾവ് ചെയ്യാൻ നമുക്ക് രണ്ട് മെത്തേഡ്സ് ആണുള്ളത്. ഒന്ന് ക്വാഡ്രാറ്റിക് ഫോർമുല അഥവാ ദ്വിമാന സമവാക്യം ഉപയോഗിച്ചുകൊണ്ടും അതുപോലെ തന്നെ സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് അഥവാ വർഗ്ഗത്തിക ഉപയോഗിച്ചുകൊണ്ടും സോൾവ് ചെയ്യാം. ഇത് ഞാൻ ക്വാഡ്രാറ്റിക് ഫോർമുല ഉപയോഗിച്ചാണ് സോൾവ് ചെയ്യുന്നത്. ക്വാഡ്രാറ്റിക് ഫോർമുല എങ്ങനെയാണ്? ഇക്വേഷൻ x = -b ± √b² - 4ac / 2a. ഇനി ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് എ ബി സി ഈ മൂന്നെണ്ണത്തിന്റെ വാല്യൂസ് കണ്ടുപിടിക്കണം. എ എന്ന് പറയുന്നത് x² കൂടെയുള്ള വാല്യൂ ആണ്, അത് 1 ആണ്. ബി എന്ന് പറയുന്നത് എക്സിന്റെ കൂടെയുള്ള വാല്യൂ, അത് -6 ആണ്. സി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്ന വാല്യൂ, അത് 8 ആണ്. ഇനി നമുക്ക് ഇക്വേഷനിൽ ഇട്ട് കൊടുക്കാം. x = -6 എന്ത് വരും? +6 ± √b², അതായത് -6ന്റെ സ്ക്വയർ എത്രയാ? 36 മൈനസ് 4 ഇൻറ്റു എ എത്രയാ? 1 ഇൻറ്റു സി എത്രയാണ്? 8 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 1 ഈക്വൽ ടു 6 ± √36 മൈനസ് 4 ഇൻറ്റു 1 എത്രയാണ്? 4 തന്നെയാണ്. 4 ഇൻറ്റു 8 എത്രയാണ്? 32 ആണ്. അപ്പോൾ 36ൽ നിന്ന് 32 പോയി കഴിഞ്ഞാൽ എത്ര വരും? 4 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 1 2 ഈക്വൽ ടു 6 ± 4ന്റെ റൂട്ട് എത്രയാ? 2 ആണ്. ഡിവൈഡഡ് ബൈ 2. അങ്ങനെയാണെങ്കിൽ എക്സിന് രണ്ട് വാല്യൂസ് വരും. ഒന്ന് 6 - 2/2 അതുപോലെ x = 6 + 2/2. ഇനി 6 - 2/2 എന്ത് വരും? 6ൽ നിന്ന് 2 പോയാൽ 4, 4 ഹരിക്കണം 2 2. ഓർ x = 6 + 2 എത്ര വരും? 8 ആണ്. 8/2 4. അപ്പോൾ എക്സ് കോർഡിനേറ്റ്സുകൾ ഏതൊക്കെയാണ്? അഥവാ എക്സ് സൂചക സംഖ്യകൾ ഏതൊക്കെയാണ്? 2, 4. അതായത് ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ഇനി ഏഴാമത്തെ ചോദ്യം. The equation of a line is 2x - y = 0. Read the following statements given below. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് 1, 2 is a point on this line. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് 2, 1 is a point on this line. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് the point where this line cuts the x-axis is 1, 0. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് the y coordinate of each point on this line is twice the x coordinate. അതായത് ഒരു വരയുടെ സമവാക്യം 2x - y = 0 ആണ്. ഈ വരയെ കുറിച്ച് ചില കാര്യങ്ങൾ ചുവടെ കൊടുത്തിരിക്കുന്നു. 1, 2 ഈ വരയിലെ ബിന്ദുവാണ്. 2, 1 ഈ വരയിലെ ബിന്ദുവാണ്. ഈ വര x അക്ഷത്തെ മുറിക്കുന്ന ബിന്ദു 1, 0 ആണ്. ഈ വരയിലെ ഏതു ബിന്ദുവിന്റെയും x സൂചക സംഖ്യയുടെ 2 മടങ്ങാണ് y സൂചക സംഖ്യ. ചുവടെ പറഞ്ഞിരിക്കുന്നവയിൽ ഏതാണ് ശരി? എങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുക? നമുക്കിവിടെ ഇക്വേഷൻ ഓഫ് എ ലൈൻ തന്നിട്ടുണ്ട്. (2x - y = 0). ഒരു ലൈനിന്റെ ഇക്വേഷൻ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ആ ലൈനിലെ ഏതൊരു പോയിന്റ്സിനെ നമ്മൾ ഈ ഇക്വേഷനിൽ ഇട്ട് കൊടുത്താലും 0 ആയിരിക്കും കിട്ടുക. അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണോ എന്ന് എങ്ങനെ നോക്കാം? ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? 1, 2 ഈ ലൈനിലെ ഒരു പോയിന്റ് ആണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എക്സ് കോർഡിനേറ്റ് അഥവാ എക്സ് സൂചക സംഖ്യ 1ഉം y സൂചക സംഖ്യ അഥവാ y കോർഡിനേറ്റ് 2ഉമാണ്. അപ്പൊ എക്സിന്റെയും വൈന്റെയും സ്ഥാനത്ത് 1ഉം 2ഉം ഇട്ട് കൊടുക്കണം. 2x - y = 2 × 1 - 2. 2 × 1 എത്ര? 2. 2 - 2 0. അതായത് നമുക്ക് ഇക്വേഷൻ ഓഫ് എ ലൈനിൽ പറയുന്ന 0 നമുക്ക് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? കിട്ടിയിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് എന്ത് പറയാം? 1, 2 എന്താണ്? ഈ ലൈനിലെ ഒരു പോയിന്റ് തന്നെയാണ്. രണ്ടാമത്തെ ചോദ്യം 2, 1 ഈസ് എ പോയിന്റ് ഓൺ ദിസ് ലൈൻ. ഇനി നമുക്ക് നോക്കേണ്ടത് 2, 1 ഈ ലൈനിലെ ഒരു പോയിന്റ് ആണോ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? എക്സിന്റെ സ്ഥാനത്ത് 2ഉം വൈന്റെ സ്ഥാനത്ത് 1ഉം ഇട്ട് കൊടുക്കണം. അപ്പൊ 2 × 2 - 1. 2 × 2 4 ആണ്. 4ൽ നിന്ന് 1 പോയാൽ 3 ആണ്. അതായത് നമുക്ക് ഇവിടെ 0 കിട്ടിയില്ല. അപ്പൊ നമുക്ക് എന്ത് പറയാം? സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ആണ്. കാരണം 2, 1 ഈ ലൈനിലെ ഒരു പോയിന്റ് അല്ല. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ് പറയുന്നത്? The point where this line cuts the x-axis is 1, 0. അതായത് 1, 0 എന്നൊരു പോയിന്റ് ഈ ലൈനിലെ ആണെന്നാണ് പറയുന്നത്. അതാണോ നോക്കിയാലോ? 2 × എക്സിന്റെ സ്ഥാനത്ത് ഏതായിട്ട് കൊടുക്കുന്നത്? 1 മൈനസ് വൈന്റെ സ്ഥാനത്ത് 0. 2 × 1 എത്രയാ? 2 മൈനസ് 0 എന്ത് വരും? 2 മൈനസ് 0 2 ആണ്. അതും എന്തല്ല? നമുക്ക് കിട്ടിയത് 0 അല്ല. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? 1, 0 എന്നത് ഈ ലൈനിലെ ഒരു പോയിന്റ് പോലും അല്ല. ഓക്കെ, അപ്പൊ അത് നമുക്ക് ഫോൾസ് ആയിട്ടാണ് കിട്ടിയത്. ഇനി നാലാമത്തേത് സ്റ്റേറ്റ്മെന്റ് the y coordinate of each point on this line is twice the x coordinate. എന്താണ് പറയുന്നത്? ഈ വരയിലെ ഏത് ബിന്ദുവിന്റെയും x സൂചക സംഖ്യയുടെ 2 മടങ്ങാണ് y സൂചക സംഖ്യ.
അതായത് നമുക്ക് ഇവിടെ തന്നുള്ള ഇക്വേഷൻ എന്താ 2x മൈനസ് വൈ ഈക്വൽ ടു 0 എന്നല്ലേ. ഇതിനെ നമുക്ക് 2x ഈക്വൽ ടു ഈ മൈനസ് വൈ സൈഡിലേക്ക് പോയാൽ പ്ലസ് വൈ. അതായത് ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം, y സൂചക സംഖ്യ അഥവാ y കോർഡിനേറ്റ് എന്ന് പറയുന്നത് x കോർഡിനേറ്റിന്റെ ഡബിൾ ആണ് അല്ലെ. ഇതല്ലേ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. y കോർഡിനേറ്റ് ഓഫ് ഈച്ച് പോയിന്റ് ഓൺ ദിസ് ലൈൻ ഈസ് ട്വൈസ് ദ x കോർഡിനേറ്റ്. അതായത് y സൂചക സംഖ്യ x സൂചക സംഖ്യയുടെ ഇരട്ടിയാണ്. അത് തന്നെയാണ് നമ്മുടെ ഇക്വേഷൻ ഓഫ് എ ലൈനിലും പറയുന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. അപ്പോൾ നമുക്ക് ഈ എ ബി സി ഡി എന്ന ഓപ്ഷനിൽ ഏതാണ് വരിക, എ എന്ന ഓപ്ഷൻ പറയുന്നത് 1ഉം 3ഉമാണ് കറക്റ്റ് എന്നാണ്. അത് തെറ്റാണ്. 1ഉം 4ഉമാണ് കറക്റ്റ് എന്നാണ് ബി പറയുന്നത്. അതാണ് നമ്മൾ കണ്ടുപിടിച്ചത്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ്.